ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രീറ്റും അതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാനൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എക്സിന് 3 വാല്യൂസ് വരുന്നതെന്ന് വെച്ചാൽ 1, 2, 3, 4. അപ്പോൾ ഇതിന് പ്രോബബിലിറ്റീസ് ഉണ്ട്. P(x) എന്ന് പറയുന്നത് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.2, 2 കിട്ടാനുള്ള 0.3, 3 വരെയുള്ളത് 0.3, 0.2 ആണ്. അതാണ് പ്രോബബിലിറ്റീസ് എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ 1 കിട്ടും. ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോർമൽ ടോട്ടൽ പ്രോബബിലിറ്റി അപ് ടു എ പെർട്ടിക്കുലർ പോയിന്റ് ആണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ F(x) എന്ന് പറയുന്നതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇത്രയേ ഉള്ളൂ, P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മാൾ എക്സ്. അതൊരു പർട്ടിക്കുലർ വാല്യൂ വരെ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തത് ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ F(x) ഡിഫൈൻ ചെയ്യുന്നു സച്ച് ദാറ്റ് P(x) എന്ന് പറയുന്ന പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് എത്രയാണ്? 0.2. നമ്മൾ നേരത്തെ ആഡ് ചെയ്തെടുത്ത് ഇതൊരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് F(x). അതിൻ്റെ വാല്യൂ അതാണ്. F(x)ൻ്റെ വാല്യൂ F(x) ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 2ന് വരെയുള്ള പ്രോബബിലിറ്റീസ് എത്രയാണ്? 2 വരെ കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് എത്രയാണ് എന്ന് പറയുമ്പോൾ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.2 പ്ലസ് പിന്നെ 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.3, മൊത്തം കൂടെ എത്ര വരും? 0.5. ഇത് F(x) ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. 0.3 വരെ കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.3 എക്സിൻ്റെ വാല്യൂ 2 വരെ വരാനുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എത്ര? അപ്പം F(x) എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ പ്രോബബിലിറ്റി. അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ടോട്ടൽ പ്രോബബിലിറ്റീനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ് ടു എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റിനെയാണ് എന്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് പോയി. അപ്പോൾ F(x) ഈസ് ഈക്വൽ ടു നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, എന്താണ്? എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആവാനുള്ള 3 വരെ ആവാനുള്ള പ്രോബബിലിറ്റി. 3 ആവാനുള്ള പ്രോബബിലിറ്റി അല്ല, 3 വരെ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് 0.2 പ്ലസ് 0.3 പ്ലസ് 0.3, അതായത് 0.2 പ്ലസ് 0.3 പ്ലസ് 0.3 എത്ര വരും? 0.8. ഇപ്പോൾ 4 വരെ ഉണ്ട് ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ F(x) ഈസ് ഈക്വൽ ടു P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരെ ആവാനുള്ള പ്രോബബിലിറ്റി. ഇതെല്ലാം കൂടി അറിയണം. എന്ത് വരും? 0.2 പ്ലസ് 0.3 പ്ലസ് 0.3 പ്ലസ് 0.2 വിച്ച് ഈസ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബബിലിറ്റി 1. ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, F(x) എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഇത് നമ്മൾ ഡിസ്ക്രീറ്റിൽ വലിയ ആപ്ലിക്കേഷൻ എന്നുള്ള രീതി നമുക്ക് പറയാനില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, ഇപ്പോൾ F(x) എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. നോർമലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫ്രം എവിടെ നിന്ന് ഏതുവരെയാണ്? ഫ്രം -∞ ടു +∞. ഇടയ്ക്ക് എവിടെയെങ്കിലും 0 ആണ്. ഇവിടെ നമ്മൾ F(x) ഡിഫൈൻ ചെയ്യുന്നത്. നോർമലി ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് -∞ ടു +∞. F(x) dx എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബബിലിറ്റിയാണിത്. ടോട്ടൽ പ്രോബബിലിറ്റി ആണ്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു സെർട്ടൻ പോയിന്റ് വരെ ഉള്ളത് മതി. ഇപ്പോൾ എക്സ് വരെ ഉള്ളത് മതി. അല്ലെങ്കിൽ ഈ എക്സ് വരെയുള്ള പ്രോബബിലിറ്റി മാത്രമേ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെക്കുക. ഇപ്പോൾ ഈ എക്സ് വരെയുള്ള മാത്രം പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് എക്സ് അല്ലെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള പ്രോബബിലിറ്റി മാത്രമേ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രോബബിലിറ്റീസ് -∞ തുടങ്ങി ഇവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം എവിടം വരെയുള്ള എക്സ് വരെയുള്ള എടുത്തിട്ട് F(x) dx ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇറ്റ് വിൽ ബി ഗിവിങ് ക്യാപിറ്റൽ F(x). അതായത് ക്യാപിറ്റൽ F(x) എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മുടെ എന്ത് തരുന്നത്? ഈ ഒരു ലിമിറ്റ് നമ്മൾ മൊത്തം എടുക്കുന്നില്ല, ഒരു അപ് ടു എ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെയുള്ള ഈ F(x)ൻ്റെ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ, അതായത് സം, അതായത് ടോട്ടൽ പ്രോബബിലിറ്റിയാണ് നമുക്ക് എന്ത് തരുന്നത്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി അപ് ടു എ സെർട്ടൻ പോയിന്റ്, ഇപ്പോൾ എക്സ് വരെയുള്ള സെർട്ടൻ പോയിന്റ്, ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇസ് ടിപ്പിക്കലി ഗിവിംഗ് ദ ഇൻറ്റൻസിറ്റി ഓർ ഡെൻസിറ്റി ഓഫ് പ്രോബബിലിറ്റി. അതൊരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഡെൻസിറ്റി നമ്മൾ തരുന്നത്. ഒരു പോയിന്റിലെ ഏരിയ, താഴോട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഏരിയ ഓഫ് ദ കർവ് അപ് ടു പർട്ടിക്കുലർ ലിമിറ്റ്. ഇപ്പം പറയുകയാണ് പ്രോബബിലിറ്റി ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ -x2 + x വരെ ഉള്ള പ്രോബബിലിറ്റി ഇതിന് താഴെയുള്ള ഒരു ഇതായിരിക്കും തരുന്നത്. ഈ ഒരു ലിമിറ്റ് ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളതായിരിക്കും നമുക്ക് F(x) തരുന്നത്. പക്ഷേ ആ ഏരിയ കണ്ടുപിടിച്ചാൽ F(x) തരുന്നത്. പക്ഷേ നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് അല്ല, ഫ്രം സ്റ്റാർട്ടിങ് ടു ദിസ് പോയിന്റ് വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോബബിലിറ്റി, അതാണ് നമ്മൾ ക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ക്യാപിറ്റൽ F(x) സ്മാൾ F(x), ഈ സ്മാൾ F(x) എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, CDF ആണ്. അപ്പോൾ CDF-ഉം PDF-ഉം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. PDF gives a particular probability in the particular interval of x. ഒരു particular interval of x ആയിരുന്നു. But the cumulative distribution function gives the probability up to that point.
ദ ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് ദി എക്സ് ഗെറ്റിംഗ് അപ് ടു ദാറ്റ് പോയിന്റ്. ആ പോയിന്റ് വരെ കിട്ടാവുന്ന പ്രോബിലിറ്റിയാണ് നമുക്ക് -∞ ടു എക്സ് എത്ര വേണോ അതാണ് നമ്മുടെ എന്ത് തരുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തരുന്നത്, അഥവാ സിംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ സിംപ്ലി നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമെങ്കിൽ f(x) എന്ന് പറയുന്നത് സ്മാൾ f(x) കണ്ടുപിടിക്കാൻ, അത് ക്യാപിറ്റൽ f(x) കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ സ്മാൾ f(x) കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് d/dx ഓഫ് എന്താണ് f(x) വിത്ത് റെസ്പെക്ട് ടു എക്സ്. ക്യാപിറ്റൽ f(x)നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് വി ആർ ഗിവൻ the cumulative distribution function, അത് cumulative distribution function ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, distribution function ആണ് തന്നിരിക്കുന്നതെങ്കിൽ for getting probability distribution function we have to എന്താണ് differentiate it. We have to differentiate it. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ഈ ഒരു ഡിഫറൻസ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്താണ് ക്യാപിറ്റൽ f(x) ഇറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ പർട്ടിക്കുലർ സാധനം ഈസ് ഗിവൺ ആസ് എന്ന് പറഞ്ഞിരുന്നാൽ f(x) കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അത് വെച്ചിട്ട് എക്സ്പെക്ടേഷൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പോകാവൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനേഷൻ. ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള ടോട്ടൽ പ്രോബിലിറ്റി തരുന്നതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പക്ഷേ അതേസമയം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വിൽ ബി ഗിവിംഗ് ദ പ്രോബിലിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. അതായത് ഒരു പോയിന്റിൽ ഉള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പോയിന്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു ഈ വാല്യൂ ആവാനുള്ള പ്രോബിലിറ്റിയാണ് അവിടെ തരുന്നത്, നോ ടോട്ടൽ പ്രോബിലിറ്റി. അപ്പം ആ എക്സ് ഈക്വൽ ടു പർട്ടിക്കുലർ വാല്യൂ ആവാൻ വരെയുള്ള ടോട്ടൽ പ്രോബിലിറ്റിയാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ. ലിമിറ്റ് നോക്കിയാൽ മതി, ദാറ്റ്സ് എ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി ഒബ്വിയസ്ലി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ -∞ +∞ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. അതും ആക്ച്വലി നമുക്ക് എന്തെന്ന് പറയാം ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ആണെന്ന് പറയാം. -∞ f(x) dx എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഈ 1 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ f(x) എന്ന് പറഞ്ഞാൽ എന്താണ് f(x)ന്റെ വേരിയബിൾ എന്ന് പറയാനില്ലല്ലോ, ഈ ടോട്ടൽ പ്രോബിലിറ്റി 1 എന്നല്ലേ പറയാം. അപ്പോൾ ഇത് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ക്യാപിറ്റൽ എഫ്. അപ്പോൾ f(x) എന്ന് പറയുന്നത് സ്മാൾ f(x) ആണ് ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ f(x) എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എന്താണ് ക്യുമുലേറ്റീവ് അത് ക്യാൻ ബി എന്നല്ല, ഇതാണ് ഇറ്റ് ഈസ് എന്താണ് ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പം ക്യാപിറ്റൽ f(x) നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ആലോചിച്ചോളാം, ഇത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബിഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ഇൻ ടു എന്താണ് ദ ഇക്വേഷൻസ് ഓഫ് എക്സ്പെക്ടേഷൻസ് ഓഫ് എക്സ് അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം.